പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ പകച്ച് പണ്ടാരടങ്ങി നിൽക്കുന്ന ജെസ്സി ചേച്ചിയുടെ മുഖത്തെ ആ വിചലംബിച്ച ഭാവം വേറൊന്നും കണ്ട് പേടിച്ചിട്ടല്ല. ചേച്ചി കഴിച്ചോണ്ടിരുന്നതിനിടയിൽ ചാടി കയറി എന്നെ കണ്ടു. പക്ഷെ എന്റെ ലക്ഷ്യം ചേച്ചി കഴിച്ചിട്ട് ഇച്ചിരി മിച്ചം വെച്ചാൽ ചോറിലോട്ടൊന്നും ആയിരുന്നില്ല. അവിടെ ഒരു ഫോയിൽ പേപ്പർ ചേച്ചി പൊതിഞ്ഞുകൊണ്ട് വന്നാൽ ഒന്നാന്തരം മുട്ട പൊരിച്ച് കണ്ടിട്ടായിരുന്നു. ഇനി ഒട്ടും അമാന്തിച്ചില്ല. മാത്സ് പരീക്ഷയ്ക്ക് നിരത്തി വെക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് പോലെ ഞാൻ ടേബിളിൽ നിരത്തുന്നത് എന്റെ സ്പൂണും ഫോർക്കും നൈഫും ഒക്കെ കേട്ടോ. കാരണം ചേച്ചി കഴിച്ചു തീർക്കുന്നതിന് മുമ്പേ ആ ചോറ് 2 സ്പൂണെങ്കിലും വാരി വലിച്ചു തിന്നില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ലെന്നേ. എന്റെ മുഖത്ത് മാറി മറിയുന്ന ഭാവങ്ങൾ കാണുമ്പോൾ അറിയത്തില്ലേ ചേച്ചി കൊണ്ടുവന്ന ചോറും കറിക്ക് എന്തുമാത്രം ടേസ്റ്റ് ആയിരുന്നു. വീണ് കിടക്കുന്നവനെ അടിക്കരുതെന്ന ശാസ്ത്രം പറയുന്ന പോലെ തന്നെ പകുതി കഴിച്ച് തീരാറായവരുടെ പാത്രത്തിൽ പിന്നെയും കൈയിട്ട് വാരി തിന്നരുതെന്ന ഒരു ശാസ്ത്രമുണ്ട് അത്രേ. അതുകൊണ്ട് പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. തൊട്ടപ്പുറത്തിരുന്ന ഷെറീമയുടെ പാത്രത്തിൽ കൈയിട്ട് വരാൻ തീരുമാനിച്ചു. എന്നെ കണ്ടതേ ഷെറീമയുടെ മുഖം പറയുന്നുണ്ട്, ഓ നോ ഓ നോ ഓ നോ 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 എന്നവൾ പറയുന്നത് നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം. എനിക്കങ്ങനെ കൈയിട്ട് വാരി തിന്നുന്നതിൽ ഫിലിപ്പിനോന്നോ ഇന്ത്യനോ പാകിസ്ഥാനിന്നോ പഞ്ചാബിന്നോ ഒന്നൊന്നും ഇല്ലെന്ന് ആരുടെ അടുത്തൊന്നും നമ്മൾ വാരി കഴിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ബ്രേക്കിന് വരുമ്പോൾ ഇപ്പൊ കൂടെ വരാൻ ബ്രേക്കിന് സ്റ്റാഫ് ലോഞ്ചിൽ ആള് തീരെയില്ല. പുറത്തൊരു കരക്കമ്പി ഉണ്ടത്ര. എനിവേ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഡൈനിങ് ടേബിളിൽ നിന്ന് മാറി കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ നിയമം. അതുകൊണ്ട് ഞാൻ നേരെ പോയിരുന്നത് സ്വന്തം ഫോട്ടോ മൊബൈലിൽ നോക്കി കൊഞ്ഞനം കുത്തി കാണിക്കുന്ന മെൽവിന്റെ അടുത്ത്. എന്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഒരേ സ്ഥലത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ലിറ്റി ജോലിക്ക് പോയ ഈ തീറ്റ മാത്രമേ ഉള്ളൂ, ഫുഡ് കഴിക്കുന്ന വീഡിയോ മാത്രമേ ഉള്ളൂ എന്ന്. ശരിക്കും പറഞ്ഞാൽ ജോലിക്കിടയിൽ ഫുഡ് കഴിക്കുന്ന വീഡിയോ മാത്രമേ ഞങ്ങൾക്ക് എടുക്കാൻ പെർമിഷൻ ഉള്ളൂ. അല്ലാത്ത വീഡിയോ എടുത്താൽ വീട്ടിൽ പോയിരുന്ന് ഫുഡ് കഴിക്കേണ്ടി വരും.